നിമിഷപ്രിയ കേസിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. നയതന്ത്ര ഇടപെടൽ അംഗീകരിക്കപ്പെടാത്തതിനാൽ സ്വകാര്യ തലത്തിൽ ചർച്ചകൾ നടത്തുവാനാണ് ശ്രമിക്കുന്നത്. യമനിൽ സ്വാധീനമുള്ള ആളുകൾ വഴിയാണ് ചർച്ച നടത്തുന്നത്. മോചനത്തിനു വേണ്ടി പരമാവധി ശ്രമിക്കും. അതിനായുള്ള ശ്രമങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ 2017 ജൂലൈയിൽ കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്ന കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത്. തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുന്നതിനുള്ള സാധ്യതകൾ ആരായണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമോ അവിടെ സ്ഥാനപതി കാര്യാലയമോ ഇല്ല. ഇക്കാരണത്താൽ നയതന്ത്ര തലത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നാണ് സർക്കാർ മുമ്പ് ഡൽഹി ഹൈക്കോടതി അറിയിച്ചത്. അതേസമയം നിമിഷയുടെ പേരിൽ ചുമത്തിയ കുറ്റങ്ങൾ അതീവ ഗുരുതരമായതിനാൽ ശിക്ഷാ ഇളവിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 2017 നടന്ന കൊലപാതകമാണ് നിമിഷപ്രിയയ്ക്ക് കുരുക്കായത്. സഹപ്രവർത്തകനായ തലാൽ അബ്ദു മഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത്. എന്നാൽ ഇതിലേക്ക് നിമിഷപ്രിയയെ കൊണ്ടെത്തിച്ചത് തലാലിന്റെ ക്രൂരപീഡനങ്ങളായിരുന്നു. യമനിൽ നേഴ്സായി ജോലി ചെയ്തുകൊണ്ടിരുന്ന നിമിഷപ്രിയ 2014 തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുന്നത്. യമനിൽ രാത്രി സമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കില്ലായിരുന്നിട്ട് പോലും തലാലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിമിഷ റോഡിലൂടെ ഓടുമായിരുന്നുവെന്ന് ദി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭാര്യയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്തതിനാൽ നിമിഷയ്ക്ക് രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങളുമില്ലായിരുന്നു. അതിനാൽ ക്ലിനിക്കിലെ ഒരാളുടെ നിർദ്ദേശപ്രകാരം തലാലിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് മയക്കി പാസ്പോർട്ട് എടുക്കാമെന്ന് നിമിഷ പദ്ധതിയിട്ടു. എന്നാൽ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായതിനാൽ ഇത് തലാലിനെ ബാധിച്ചില്ല. എന്നാൽ മറ്റൊരു ദിവസം നിമിഷ ഇതേ പദ്ധതി വീണ്ടും പ്ലാൻ ചെയ്യുകയും അന്ന് വിറയലോടുകൂടി തലാൽ നിലത്തു വീഴുകയും ചെയ്തു. തലാലിനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെങ്കിലും ഇതിൽ അയാൾ കൊല്ലപ്പെടുകയായിരുന്നു. ഭയന്നുപോയ നിമിഷ സുഹൃത്തായ ഹനാനെ വിളിക്കുകയും ശരീരം മറവ് ചെയ്യുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഹനാൻ തന്നെയാണ് മൃതദേഹം വെട്ടിമാറ്റി വാട്ടർ ടാങ്കിൽ സംസ്കരിച്ചത്. കേസിൽ കൂട്ടുപ്രതി കൂടിയായ ഹനാനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 2017 ഓഗസ്റ്റിൽ ഹനാനെയും നിമിഷയെയും അറസ്റ്റ് ചെയ്യുകയും വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ജലസംഭരണിയിലിട്ടു. സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. ഇതിനിടെ കാണാതായ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി. നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. 2017 അറസ്റ്റിലായതു മുതൽ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ. അതേസമയം അടിയന്തര ഇടപെടൽ ലക്ഷ്യമിട്ട് നിമിഷപ്രിയയുടെ മോചനത്തിനായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇടപെടലിന് ശ്രമിക്കുന്നുണ്ട്.